അയ്യോ ഇന്ന് രാവിലെ പോയത്. ഇതൊക്കെ ഇന്നലെ വൈകിട്ടേ പറയണ്ടേ. അത് പോയി. പിന്നെ സാധനം കുറച്ച് നനഞ്ഞു പോയി. സംഗതിയൊക്കെ ഓക്കെയാണ്, പക്ഷെ റേറ്റ് കൂടും. അയ്യോ ഇനി താഴോട്ട് പോകാൻ പറയരുത്, അത് മോശ. ഇനി താഴോട്ട് പോണ പരിപാടിയില്ല. ഇല്ല നടക്കൂല. നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. അതെ കട്ടി ഇല്ല തെറ്റി. ആ നമസ്കാരം തിരുമേനി. ആ താനെത്തിയോ? ആയി ആയി ഇങ്ങനെ ഇരിക്കുക. ഓ വിളിപ്പിച്ചത് ആ കുറച്ച് ദിവസമായി മാരാരെ ഒന്ന് കാണാനിരിക്കാൻ തുടങ്ങി. ഇപ്പഴാ ഒന്ന് തരായിരുന്നു. അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഭാഗ്യരഥേ, മാരാര് വന്നിരിക്കണോ? കുറച്ച് സംഭാരം എടുക്കുക. ഈ ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാൻ തന്നെ മാരാർക്ക് അറിയാലോ. അറിയാ. ആര് ചെയ്ത പാപാണാവോ ഈ ഇല്ലം ഉണ്ണിയിലെത്തി വേരറ്റ് പോവോന്ന് എന്റെ സങ്കടം. അരുതാത്തൊന്നും ചിന്തിക്കരുത് തിരുമേനി. ഈ രാജ്യത്ത് ഇനിയും ഉണ്ടല്ലോ വൈദ്യന്മാരും ഡോക്ടർമാരും. ഉണ്ണിയുടെ അസുഖം ജന്മനാ ഉണ്ടായതൊന്നും അല്ലല്ലോ. വേണ്ട, പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. ഓ മാരാരെ ഈയിടെയായി ഇവിടേക്ക് കാണാറേ ഇല്ലല്ലോ. അവക്ക് തീരെ സുഖല്ല. ഞാൻ എവിടെയും പോയാ അവക്കാരാ പിന്നെ കൂട്ടുണ്ടാവുക. മക്കളൊക്കെ അവരവരുടെ വഴിക്കായില്ലേ. ആ ഇനി മാരാരെ വിളിപ്പിച്ച കാര്യം അങ്ങോട്ട് തുറന്ന് പറയാം. കുറച്ച് ദിവസമായി ഉണ്ണിക്കൊരു വേളി ആയാലോന്ന് ഇരിക്കുക. അച്ഛൻ എന്താ ഈ പറയണേ? ഉണ്ണിയുടെ കഴിഞ്ഞ കഥകൾ അറിയാത്തവരായി ആരാ ഈ നാട്ടിലുള്ളത്? ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ഈ ഇല്ലത്തേക്ക് അയക്കോ? ഭാഗീരഥമ്മ ആദ്യം പിടിക്കണ്ട. ഈ ഇല്ലത്തിന് സമ്പത്തിന് കുറവൊന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ അവന്റെ അമ്മയാ, എന്നാലും പറയാം, ഒരു പാവം പെൺകുട്ടിയെ ബലിയാടാക്കാന്ന് വെച്ചാ. അങ്ങനെ ചിന്തിച്ച കാര്യം നടക്കോ ഭാഗീരഥമ്മേ? മാരാരെ തെക്കോട്ടൊക്കെ ഇല്ലെങ്കിലുണ്ടല്ലോ അവിടേക്ക് ഒന്ന് തിരക്കുക. സാമ്പത്തിക എത്ര പഞ്ഞാണെങ്കിലും ആ തറവാട് നന്നായാ മതി. അത് ഞാൻ ഏറ്റു. ഇതാ എന്നാ ഞാൻ അങ്ങോട്ട്. ഉള്ളി ഉള്ളി ഇങ്ങോട്ട് ഇറങ്ങുക. വേഗം ആ വരിക. ഉണ്ണിക്കറിയോ നമ്മൾ എവിടേക്കാ പോണെന്ന്? ഇല്ല, അമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഈ കുപ്പായൊക്കെ ഫസ്റ്റായില്ല മാരാരെ? നന്നായിട്ടുണ്ട്. പുതിയ ഉടുപ്പിലുള്ള എങ്ങനെയാ? നമ്മളിപ്പോ പെണ്ണ് കാണാൻ പോവല്ലേ? പെണ്ണ് കാണാനോ? അത് രാവിലെ കണ്ടതല്ലേ. അമ്മയെ കണ്ടു, ചേച്ചിയെ കണ്ടു, ബസ്സിലിപ്പോ ഒരുപാട് എണ്ണത്തിനെ കണ്ടില്ലേ. ഓ അതല്ല ഉണ്ണി, ഉണ്ണിക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, അതിനാ പെണ്ണ്. അതെന്തിനാ മാരാരെ കല്യാണം കഴിക്കുന്നത്? ഓഹ് എന്റെ കിഴങ്ങ, അതിപ്പോ ഞാൻ എങ്ങനെയാ പറയാ? ആ ഉണ്ണി, അവിടെ എത്തുമ്പം എന്റെ ആ കളിയൊന്നും കളിക്കരുത്, മിണ്ടാതിരുന്നോളാ. ഞാൻ പറയും പോലെ കേട്ടാ നിനക്ക് ചായയും പലഹാരം ഒക്കെ തരും, വയറ് നിറയെ. എന്നാ ഞാൻ മിണ്ടാണ്ടിരിക്കാം. അങ്ങനെ പറ, നല്ല കുട്ടി. ആ വരിക. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ആ ഇവിടെ ആരുമില്ലേ? അമ്മ ആരോ വന്നിരിക്കണോ? ആ ഇതാരും ആരാരോ കേറിയിരിക്ക. ഓ ഓ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒന്ന് വരുന്ന്, മറന്നുപോയോ? ഏയ് മറന്നിട്ടൊന്നും ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ആ പേരെന്താ പറഞ്ഞേ? പേര് പറഞ്ഞു കൊടുക്കും കുഞ്ഞെ. പറയും മോനെ. മാരാര് പറഞ്ഞില്ല ഒന്നും മിണ്ടരുതെന്ന്. എന്തിപ്പോ പേര് പറയാൻ പറയാ? ഉണ്ണിക്ക് ദേഷ്യം വരും കേട്ടോ. അതങ്ങനെയാണ്, ഭയങ്കര തമാശ. എന്റെ പേര് ഉണ്ണിയാന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്?
ചായ എടുക്കുമോനെ? അതെ, കുട്ടികൾക്ക് വല്ലതും പറയാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ അവരായിക്കോട്ടെ, നമ്മൾ ഇവിടുന്ന് മാറല്ലേ. വളരെ സംസാരിക്കും, ഞാൻ ഒന്ന് തീർക്കട്ടെ. മാരാരെ നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ബോധിച്ചു. എനിക്കറിയാം ഉള്ളിക്ക് ശ്രീദേവി ഇഷ്ടാവുന്ന്. കാണാൻ തങ്കം പോലെ ഇരിക്കല്ലേ. അതല്ല മാരാരെ, ഭക്ഷണം അത് കേമായിട്ടുണ്ട് കേട്ടോ. ഒന്ന് മാറ്. ഈ കാലത്തുള്ള മാരാരെ, ഈ പ്രായത്തില് അയാളൊരു പൊട്ടനാ. ചേച്ചി ഇതിന് സമ്മതിക്കരുത്. പക്ഷെ കാണാൻ നല്ല ശീലമുണ്ട്. ഞാൻ എന്താ ചെയ്യാ? അതെ, നിങ്ങൾ രണ്ടാളും അകത്തേക്ക് പൊയ്ക്കോ. ശ്രീദേവി, ഞാൻ പറയുമ്പോ നിനക്കൊന്നും തോന്നരുത്. എത്ര കാലമെന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ എന്റെ കണ്ണടയും മുമ്പ് നിങ്ങളെ മൂന്നിനെ ആരെങ്കിലും ഏൽപ്പിക്കണം എന്നുണ്ട്. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു മോളെ. അമ്മ വിഷമിക്കണ്ട, മാരാരെ അറിയിച്ചോളൂ. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന്. മോളെ, വാ. ചെല്ലു. സാരല്ല, പൊയ്ക്കോ. ചെല്ല, എഴുന്നേപ്പിക്ക്.
ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ എഴുന്നേൽക്ക്. ശ്രീദേവി, ഇതെന്താ പാല്? ഇപ്പൊ എന്തിനാ പാല്? നേരം പുലർന്നോ? ശ്രീദേവി വീട്ടിൽ പോയില്ലേ? ബാക്കി എല്ലാരും പോയല്ലോ. ചേട്ടാ, ഞാൻ മറന്നു കേട്ടോ. രാമൻ നായർ പറഞ്ഞിരുന്നു വേലി കഴിഞ്ഞാൽ ശ്രീദേവി പാലും കൊണ്ടുവരുന്നു, അത് പകുതിയെ കുടിക്കാൻ പാടില്ലെന്നു. ശ്രീദേവി സങ്കടപ്പെടണ്ട കേട്ടോ. ഞാൻ നാളെ അമ്മേനോട് പറഞ്ഞു 1 ഗ്ലാസ് പാല് വാങ്ങിത്തരാട്ടോ. എന്താ അത് ശ്രീദേവി, ആണുങ്ങളെ തൊടുക? എനിക്ക് നാണം വരും കേട്ടോ. നാണോളെ ആളെന്തിനാ എന്നെ വേലി കഴിച്ചേ? അമ്മ പറഞ്ഞിട്ടാ. പിന്നെ രാമൻ നായരും പറഞ്ഞു വേലി കഴിച്ചാൽ നല്ല രസാന്ന്. നമുക്ക് കിടക്കാം. ആ. എന്തത്? എന്താ ശ്രീദേവി കാണിക്കുന്നേ? അയ്യോ അയ്യോ, വിട് ശ്രീദേവി, വിട്. ഇത് മോശാട്ടോ, അമ്മയോട് പറഞ്ഞു കൊടുക്കട്ടോ. ശ്രീദേവി